ദിനം. ലോക ചരിത്രത്തിൽ കണ്ണീരോടെ അടയാളപ്പെടുത്തിയ ദിനം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. നമുക്കറിയാം, 1939 മുതൽ 1945 വരെ ലോകം മുഴുവൻ പിടിച്ചുവച്ച യുദ്ധമായിരുന്നു അത്. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സഖ്യകക്ഷികളായും ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നിവ അച്ചുതണ്ട് ശക്തികളായും ഏറ്റുമുട്ടി. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായി. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 അമേരിക്കൻ ബോംബർ വിമാനം എനോലാഗെ ജപ്പാനിലെ ഹിരോഷിമ നഗരത്തെ ലിറ്റിബോയ് എന്ന ആറ്റം ബോംബ് വർഷിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു നഗരം ചാരമായി. സ്കൂളിലേക്ക് പോയ കുട്ടികൾ, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മമാർ, ജോലിക്ക് പോയവർ, അങ്ങനെ എല്ലാവരെയും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. 1.4 ലക്ഷത്തോളം ആളുകൾ റേഡിയേഷൻ മൂലവും മരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം നാഗസാക്കിയിലും ഇതേ ദുരന്തം ആവർത്തിച്ചു. ആ സ്ഫോടനം യുദ്ധത്തിന് അന്ത്യം കുറിച്ചു. ഹിരോഷിമയും നാഗസാക്കിയും നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു: യുദ്ധം കൊണ്ടും ആയുധം കൊണ്ടും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ശാസ്ത്രം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നാശത്തിനല്ല. പക്ഷേ 80 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ആ വാക്ക് പാലിച്ചു. ഇന്ന് ഗാസയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ബോംബുകൾക്കിടയിൽ തകർന്ന വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ കരച്ചിൽ, ചാമ്പലായ അവരുടെ സ്വപ്നങ്ങൾ. ഗാസ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം തുടരുന്നു. ഉക്രൈൻ, സുഡാൻ, മ്യാൻമർ, ഇറാൻ എല്ലായിടത്തും യുദ്ധത്തിൽ ഇരകളാകുന്നത് നിരപരാധികളാണ്. നമ്മൾ വിദ്യാർത്ഥികളാണ്. നമുക്ക് യുദ്ധം നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. വാർത്തകൾ കാണുമ്പോൾ അത് കേവലം കണക്കുകളല്ല, ഓരോന്നിന് പിന്നിലും ഒരു ജീവിതമുണ്ടെന്ന് ഓർക്കുക. നമ്മുടെ ചുറ്റുമുള്ളവരോട് വെറുപ്പില്ലാതെ, ഭിന്നതയില്ലാതെ ജീവിക്കുക. സമാധാനം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. യുദ്ധം വേണ്ട, വിദ്യാഭ്യാസം മതി. ബോംബുകൾക്ക് പകരം പുസ്തകങ്ങൾ മതി എന്നുറക്കെ പറയുക. ഒരു കുട്ടിയുടെ കണ്ണീരിനേക്കാൾ വിലയില്ലാതൊന്നും ഈ ലോകത്തിലില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാം. രക്തം കൊണ്ട് ചരിത്രം എഴുതരുത്, എന്നാൽ സ്നേഹം കൊണ്ട് ഭാവി എഴുതാം. യുദ്ധം വേണ്ട, ജീവിതം മതി. സ്റ്റോപ്പ് വാർ, സ്റ്റാർട്ട് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വന്തം കവിത ചൊല്ലാം.